ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അധ്യായം 280, ലാവണ്യയുടെ കൂട്ടുകാരൻ. ധീരജിന്റെ കൂടെയുള്ള കൂട്ടുകാരനെ കണ്ടിട്ട് ലാവണ്യ ഞെട്ടിപ്പോയി. ഹേമന്ത്, അവൾ ഞെട്ടലോടെ വിളിച്ചു. ഹേമന്ത് ഇപ്പോൾ അവന്റെ ഫാമിലി ബിസിനസ് നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൻ കുറച്ച് വഴിമാറി സഞ്ചരിച്ചിരുന്നു. അങ്ങനെ ചില മോശം ഇടപാടുകളിലും അവൻ ചെന്നുപെട്ടു. അതിലൊന്നാണ് ധീരജുമായുള്ള ബന്ധം. ഇപ്പോഴും അവിടെ നടക്കുന്നത് ഒരു ബിസിനസ് ഡീൽ കിട്ടിയതിന്റെ പാർട്ടിയാണ്. അതിനിടയിലാണ് ധീരജ് അവന്റെ ഗേൾഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അവന്റെ ഒരു അകന്ന കസിൻ കൂടിയാണെന്ന് അവൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊരിക്കലും ലാവണ്യയാണെന്ന് ഹേമന്ത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഹേമന്ത് ലാവണ്യെ അമ്പരപ്പോടെ നോക്കി. ധീരജിന്റെ ഗേൾഫ്രണ്ടാണ് ലാവണ്യ എന്ന് പറഞ്ഞാണ് അവൻ അവളെ അവിടെയുള്ളവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തത്. അവൾ ഒരേ സമയത്ത് തന്നെ ആട്ടി പുറത്താക്കുകയും സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ച് കര കയറുകയും എന്നാൽ ധീരജിനെ പോലെയുള്ള ഒരാളുടെ ഗേൾഫ്രണ്ടായി ഇരിക്കുകയും ചെയ്യുന്നു. താൻ സ്നേഹിച്ച സ്ത്രീ ഇത്രമാത്രം മോശമാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവന്റെ ഭാവമാറ്റം ധീരജ് ശ്രദ്ധിച്ചിരുന്നു. എന്തുപറ്റി ഹേമന്ത്, നിനക്ക് ലാവണ്യെ നേരത്തെ തന്നെ അറിയാമായിരുന്നോ? ഞാൻ നിന്നോട് കുറച്ചു മുൻപേ പറഞ്ഞില്ലേ ഇവളെപ്പറ്റി? ധീരജ് പറഞ്ഞു. ഹേയ് ഇല്ല, ഞാൻ ഇവളെ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. ഹേമന്ത് അത്രമാത്രം പറഞ്ഞു. ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ചിരുന്നവളാണ്. അതിനൊപ്പം സൗഹൃദവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഓർക്കാൻ പോലും ഹേമന്ത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ധീരജിന് ആശ്വാസം തോന്നി. എങ്കിലും ഹേമന്തിന്റെ ഭാവപകർച്ചയിലുണ്ടായ വ്യത്യാസം അവനെ അപ്പോഴും സംശയിപ്പിച്ചു. അവൻ നല്ലൊരു തെമ്മാടിയാണ്, പക്ഷേ ഒരിക്കലും വിഡ്ഢിയായിരുന്നില്ല. ലാവണ്യ ഇതെന്റെ ബിസിനസ് പാർട്ടിയാണ്. ശ്രീശൈലം ഗ്രൂപ്പിനെ പറ്റിയിട്ട് നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ പുതിയ സാരഥി ഹേമന്ത്. നിങ്ങളൊന്ന് സംസാരിക്ക്. പരിചയപ്പെട്ടു വെക്കാൻ പറ്റിയ ആളാണ്. ചിലപ്പോ നിനക്ക് ഭാവിയിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റിയാലോ? ധീരജ് ലാവണ്യയെ നോക്കി പറഞ്ഞു. എന്തൊക്കെയോ അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ നിസ്സഹായയായിരുന്നു. ലാവണ്യ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നോക്ക്, ഹേമന്ത് വലിയ ബിസിനസ്കാരനാണ്. ഫ്യൂച്ചറിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ അവനോട് നല്ല രീതിയിൽ പെരുമാറാത്തത്? ധീരജ് അവളുടെ മടി കണ്ട് പല്ലു കടിച്ചു മുരണ്ടു. ലാവണ്യ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ധീരജിനെ അവൾക്ക് പിണക്കാൻ കഴിയില്ല. ഹായ് ഹേമന്ത്, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നവൾ വരുത്തിക്കൂട്ടിയ പുഞ്ചിരിയോടെ ഹേമന്തിനോട് പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളി, അത്രമാത്രം. ഇരുവരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ ശരിക്കും അവർ അപരിചിതരാണെന്ന് ധീരജിന് തോന്നി. അതുകൊണ്ട് അവന് ആശ്വാസമായി. ലാവണ്യെ ഹേമന്തിനരികിൽ വെച്ചിട്ട് അവൻ കൂട്ടുകാർക്കൊപ്പം ചേർന്നു. നോക്ക് ഹേമന്ത്, ഇതൊന്നും നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. അവൾ ശബ്ദം താഴ്ത്തി ഹേമന്തിനോട് പറഞ്ഞു. തെറ്റിദ്ധരിക്കുമെന്നോ? നോ വേ. അതിന് നിന്നെ എനിക്ക് നന്നായിട്ടറിയാമല്ലോ. അതുകൊണ്ട് ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ എന്ന് ഹേമന്ത് പുച്ഛത്തോടെ ലാവണ്യയോട് പറഞ്ഞു. ലാവണ്യ പറയുന്നത്, ഹേമന്ത്, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അവന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല. അന്നേരം ഹേമന്ത് പറയുന്നത്, അതെനിക്കറിയാം. ഗേൾഫ്രണ്ട് അല്ലാത്തത് കൊണ്ടാണല്ലോ നീ ഇതുപോലൊരു സ്ഥലത്തേക്ക് അവനെ വിശ്വസിച്ചു വന്നത്. എന്നാലും ആണുങ്ങളിലുള്ള നിന്റെ ടേസ്റ്റ് ശരിക്കും വ്യത്യസ്തമാണ്. എന്താ വെറൈറ്റി? ഹേമന്ത് വീണ്ടും പരിഹസിച്ചു. ലാവണ്യയുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. ഹേമന്ത് സിദ്ധുവിനോട് ഇതിനെപ്പറ്റി പറയുമോ? എങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവളുടെ മുഖത്ത് പരിഭ്രമം പ്രകടമായി. സോറി ലാവണ്യ, നമ്മൾ തമ്മിൽ ഒരു തരത്തിലുള്ള റിലേഷനും വർക്കൗട്ട് ആവില്ല. അതിപ്പോ സൗഹൃദമായാലും അങ്ങനെ തന്നെ. ഹേമന്ത് പറഞ്ഞതും കേട്ട് ലാവണ്യ ശരിക്കും ഞെട്ടി. ഹേമന്ത്, നീ എന്താ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ഇല്ലേ? ഇങ്ങനെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കാണോ? അവൾ ചോദിച്ചു. സൗഹൃദം അത് നിന്നോടുണ്ടായിരുന്നു. അതുകൊണ്ടാ നീ ചെയ്തതൊന്നും തന്നെ ഞാൻ സിദ്ധാർത്ഥിനോട് പറയാതിരുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും അവൻ എല്ലാം അറിയും. അപ്പോ നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവൻ കണക്കിലെടുക്കില്ല. ഓർത്തോ? ഹേമന്ത് അവൾക്കൊരു മുന്നറിയിപ്പ് നൽകി. ലാവണ്യക്ക് അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടിപ്പോയി. നോക്ക് ഹേമന്ത്, നമുക്കിതിനെ പറ്റിയിട്ട് പിന്നീട് സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്കിതിനു ശേഷം മീറ്റ് ചെയ്യാം, ലാവണ്യ പറഞ്ഞു. ഒപ്പം അവൾ അവന്റെ കയ്യിൽ പിടിക്കാനൊരുങ്ങി. അതിനു മുൻപേ തന്നെ അവളുടെ കൈകൾ തട്ടിയെറിഞ്ഞിരുന്നു ഹേമന്ത്. ഡോണ്ട് ടച്ച് മീ. നിന്നെ പോലൊരു സ്ത്രീ എന്നെ തൊടുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്, അവൻ ഉറക്കെ അലറി. അവളുടെ മുഖത്ത് വേദന നിറഞ്ഞു. ഹേമന്തിന് പക്ഷേ ഇപ്രാവശ്യം ഒരിക്കൽ പോലും അവളോട് സഹതാപം തോന്നിയിരുന്നില്ല. അവൻ അവളുടെ മുഖം അടുപ്പിച്ചു. ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്ത്രീ നീയാണ്. സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നീ ആരെയും കൊല്ലാൻ മടിക്കില്ല, ആണല്ലേ? ശരി, ഒന്നിലധികം മനുഷ്യ ജീവനുകൾ ഉണ്ടാകും അല്ലേ? എന്റെ ഈ ഊഹം തെറ്റിയോ? ഇല്ലല്ലോ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് പതർച്ച രൂപം കൊണ്ടു. ഹേമന്തിന് ലാവണ്യോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി.
അവളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ അത് ചെയ്തേനെ. എന്നാൽ ലാവണ്യ അവന്റെ ഹൃദയത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇനിയും അവൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഇവളുമായിട്ട് ഒരു റിലേഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ലാവണ്യക്കരികിൽ നിന്നും മുഖം മാറ്റി. പിന്നെ അതുവരെ കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യ ഗ്ലാസ് കയ്യിലെടുത്തു. ലാവണ്യയുടെ മനസ്സാണെങ്കിൽ ആ നിമിഷം സംഘർഷഭരിതമായിരുന്നു. അവൾ ശരിക്കും ഹേമന്തിനെ ഭയപ്പെട്ടു. സിദ്ധുവുമായി ഒന്നിക്കാനുള്ള എന്റെ മോഹം ഇവൻ ഇല്ലാതാക്കും, അത് ഉറപ്പാ. ആ കുടുംബത്തിൽ കയറി പറ്റിയില്ലെങ്കിൽ എനിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നവരെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. പക്ഷേ ഹേമന്ത് എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതിന് അവനോട് സ്നേഹത്തിൽ നിൽക്കണം. എന്നാലേ എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയൂ. അവൾ മനസ്സിൽ കണക്കുകൂട്ടി. ലാവണ്യ ചിന്തയോടെയിരിക്കുന്നത് ഹേമന്ത് ശ്രദ്ധിച്ചിരുന്നു. അവൻ വെറുപ്പോടെ അവളെ നോക്കി. ആ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവന് വ്യക്തമാണ്. മിക്കവാറും തന്നെ അനുനയിപ്പിക്കാൻ അവൾ എന്തു ചെയ്യും? ചിലപ്പോൾ ഇന്നുവരെ കാണാത്ത വിധം സ്നേഹം അഭിനയിച്ചേക്കാം. വേണമെങ്കിൽ സ്വന്തം മാനം പോലും അവൾ അടിയറ വെക്കും. അവൻ പുച്ഛത്തോടെ ചിന്തിച്ചു. ഒപ്പം ലാവണ്യ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപേ തന്നെ അവൻ പ്രതികരിച്ചു കഴിഞ്ഞിരുന്നു. ഹേമന്ത് ലാവണ്യയുടെ കയ്യിൽ പിടിച്ച് അവന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. അവൾ ഞെട്ടിപ്പോയി. ഹേമന്ത്, നീ എന്തായി ചെയ്യുന്നത്? അറിയാതെ തന്നെ അവളുടെ സ്വരം ഉയർന്നു. അവൾ അപ്പോൾ പൂർണ്ണമായും ഹേമന്തിന്റെ കൈകളിലാണ്. പക്ഷേ അവന്റെ നോട്ടത്തിൽ അവളോടുള്ള അറപ്പ് വ്യക്തമായിരുന്നു. ഹേമന്ത്, പ്ലീസ് എന്നെ വിട്, എല്ലാവരും ശ്രദ്ധിക്കുന്നു. അവൾ ചുറ്റും നോക്കി. ദയനീയമായി വീണ്ടും പറഞ്ഞു. ഒപ്പം അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അവളിലുള്ള പിടി മുറുക്കിയിരുന്നു. എന്നിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ നിനക്കിനി കഴിയില്ല ലാവണ്യ. എനിക്ക് വേണ്ടി നീ ഇപ്പൊ എന്തും ചെയ്യില്ലേ, അല്ലേ? എനിക്കിപ്പൊ നിന്നെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്താ, നിനക്ക് സമ്മതമല്ലേ? അവൻ മുഖം ചെരിച്ചുകൊണ്ട് ചോദിച്ചു. ഹേമന്ത് പറയുന്നത് കേട്ട് അവനെ വലിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ലാവണ്യക്കതിന് കഴിഞ്ഞില്ല. അവളിൽ നിന്നും ദയനീയത നിറഞ്ഞു. ഇപ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അതിന്റെ നഷ്ടം അവൾക്ക് മാത്രമാണ്. ഈ സാഹചര്യത്തിൽ അവന്റെ ശത്രുത വാങ്ങിവെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നീ പറയേ, ഞാനെന്താ ചെയ്യേണ്ടത്? അവനോടുള്ള അമർഷം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ ലാവണ്യ ചോദിച്ചു. നീ ഇപ്പൊ തന്നെ ആ ധീരജിന്റെ ഒപ്പം പോയിട്ട് ഡാൻസ് ചെയ്യണം, ഹേമന്ത് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവിശ്വസനീയതോടെ തന്നെ അവനെ തന്നെ നോക്കി. നീ എന്താ പറഞ്ഞത്? ഞാൻ അവനൊപ്പം ഡാൻസ് കളിക്കണമെന്നോ? അതും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച്? അത് സിദ്ധു എങ്ങാനും അറിഞ്ഞ നിനക്കെന്താ ബോധമില്ലേ? അവൾ പൊട്ടിത്തെറിച്ചു. ഓക്കെ, അപ്പൊ നിന്റെ ആൻസർ വേറെയാണല്ലേ? ഓക്കെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ അവനൊന്ന് നിർത്തി. പിന്നെ ഒരു ചിരിയോടെ അവളിൽ നിന്നും പിന്മാറി. അതിനുശേഷം അർത്ഥം വെച്ചതുപോലെ ധീരജിനെ ഒന്ന് നോക്കി. അത് കണ്ടതും ലാവണ്യ അസ്വസ്ഥമായി. പ്ലീസ് ഹേമന്ത്, ഇപ്രാവശ്യം നീ എന്നെ വെറുതെ വിടാമോ? ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, പ്രോമിസ്, അവൾ ഹേമന്തിന് മുന്നിൽ യാചിച്ചു. പക്ഷേ അവൻ ഒരല്പം പോലും അവളെ കാര്യമാക്കിയില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. ഹേമന്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം അവൾ ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞു. അവനും എല്ലാ ആണുങ്ങളെയും പോലെയാണ്. എന്നിട്ടും തന്റെ മുന്നിൽ മാത്രം പാവമായിട്ട് അഭിനയിക്കുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ശരി, ഞാൻ ചെയ്യാം. അപ്പം നിനക്ക് സന്തോഷമാവുമല്ലോ. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഇതെല്ലാം തന്നെ ധീരജ് കാണുന്നുണ്ടായിരുന്നു. ഹേമന്തും ലാവണ്യയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. അവനൊന്ന് നെറ്റിച്ചുളിച്ച് ലാവണ്യയുടെ അരികിലേക്ക് ചെന്നു. അത് കണ്ട് ലാവണ്യ ചിരിക്കാൻ ശ്രമിച്ചു. ധീരജ്, എനിക്കൊരാഗ്രഹം, നമുക്ക് ഒരുമിച്ചൊരു ഡാൻസ് ചെയ്താലോ? അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ധീരജ് സന്തോഷിച്ചു. തീർച്ചയായിട്ടും. ധീരജ് അവളുടെ കവിളിൽ ചുംബിച്ചു. ലാവണ്യയുടെ മുഖം കറുത്തിരുന്നു. ധീരജ് അവൾക്ക് നേരെ കൈനീട്ടി. ലാവണ്യ ഹേമന്തിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദയനീയത നിറഞ്ഞിരുന്നു. പക്ഷേ അവൻ ആ നോട്ടം ഒട്ടും ദാക്ഷിണ്യമില്ലാതെ കണ്ടില്ലെന്ന് നടിച്ചു. ലാവണ്യ, ഹോൾഡ് മൈ ഹാൻഡ്സ്, ധീരജ് പറഞ്ഞതും വീണ്ടും അവളുടെ കപട പുഞ്ചിരി ചുണ്ടിൽ വിടർത്തി. പിന്നെ ധീരജിന്റെ കയ്യിലേക്ക് ചേർന്ന് നിന്നു. പതിയെ പാട്ടിനനുസരിച്ച് ധീരജ് അവളുമായിട്ട് നൃത്തം ചെയ്തു. പലപ്പോഴും അവൻ അവളുമായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്നിരുന്നു. തരം കിട്ടുമ്പോഴൊക്കെ അവൻ അവളെ ചുംബിച്ചു. ചിലപ്പോൾ ചില മോശം വാക്കുകളും ഉപയോഗിച്ചു. ലാവണ്യക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരുന്നു. അവന്റെ സ്പർശനങ്ങളിൽ അവൾക്ക് അറപ്പ് തോന്നി. നിസ്സഹായതയോടെയും ദേഷ്യത്തോടെയും അവൾ പലപ്പോഴുമായിട്ട് ഹേമന്തിനെ നോക്കി. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ മദ്യം കഴിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ ഫോണെടുത്ത് തിരക്കിട്ട് പുറത്തേക്കിറങ്ങി. അത് ലാവണ്യ കണ്ടു. എന്താ? ഹേമന്തിനോടൊന്ന് നിൽക്കാൻ പറയുമോ? അവളുടെ നോട്ടം കണ്ട് ധീരജ് പെട്ടെന്ന് ചോദിച്ചു. അല്ല, നമുക്ക് ബിസിനസ് ആണല്ലോ ഇമ്പോർട്ടന്റ്. അവന്റെ വാക്കുകളിൽ മറ്റെന്തോ അർത്ഥമുണ്ടായിരുന്നു. അത് ലാവണ്യക്ക് മനസ്സിലായി. ശരിക്കു ദേഷ്യം വന്നെങ്കിലും അവൾ പ്രതികരിച്ചില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം, അതുപോലെ, ലാവണ്യ പ്രതീക്ഷയോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓക്കെ, അവൻ സമ്മതിച്ചു. ആ നിമിഷം ധീരജിന്റെ കണ്ണിൽ ഒരു ഗൂഢമായ തിളക്കമുണ്ടായിരുന്നു. അവൻ അവളിൽ നിന്നും വിട്ടുമാറി. അപ്പോൾ തന്നെ ലാവണ്യ ഹേമന്തിനെ പിന്തുടർന്ന് മുറിക്ക് പുറത്തിറങ്ങി. ഹേമന്ത്, എന്താ പ്രശ്നം? നീ എവിടെ പോകുന്നു? പ്ലീസ് ഒന്ന് പറഞ്ഞിട്ട് പോ, അവൾ പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു.
അവന്റെ പെരുമാറ്റത്തിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. ഇതിനിടയിൽ തന്നെ ധീരജിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ അവൾക്ക് മുന്നിൽ കയറി നിന്നിരുന്നു. ലാവണ്യ ആരാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ക്ലബ് ഹൗസിൽ വരുന്ന ഏതോ ഒരു പെൺകുട്ടി അത്രേ അയാൾ കരുതിയുള്ളൂ. അയാൾ ഒരു വൃത്തികെട്ട നോട്ടത്തോടെ അവളുമായിട്ട് ഫ്ലോട്ട് ചെയ്തു. അവൾ തിരിച്ചൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ധൈര്യത്തോടെ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. എന്നെ വിടടോ വിടടോ എന്നാ പറഞ്ഞ്, എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ഇൻട്രസ്റ്റുമില്ല. സോ ലീവ് മീ, അല്ലെങ്കിൽ ഈ ലാവണ്യ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ അയാൾ ഒരടിയേറ്റ് നിലത്ത് വീണു. ആരാണ് അയാളെ അടിച്ചു വീഴ്ത്തിയത്? ലാവണ്യ നോക്കി. അത് ഹേമന്ത് ആയിരുന്നു. താങ്ക്സ് ഹേമന്ത്, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. എന്താ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണെന്നാ നീ കരുതിയത്? നീ എന്തിനാണിപ്പോ എന്നോട് താങ്ക്സ് പറഞ്ഞത്? ഹേയ് അല്ല മോളെ, എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം ഇവന്റെ അടുത്തുണ്ട്, അതെടുക്കാൻ വേണ്ടിയാ ഞാനിവനെ അടിച്ചത്, ഹേമന്ത് പുച്ഛത്തോടെ പറഞ്ഞു. ലാവണ്യ ദേഷ്യത്തോടെ അവനെ നോക്കി. അത് ശ്രദ്ധിക്കാതെ ഹേമന്ത് തറയിൽ കിടക്കുന്ന അയാളുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ കുനിഞ്ഞിന്ന് അയാളുടെ ഫോൺ എടുത്തു. അതിലവൻ എന്തോ തിരഞ്ഞു. ലാവണ്യ സംശയത്തോടു കൂടെ എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അവൻ പെട്ടെന്നാണ് ആ ഫോൺ ലാവണ്യക്ക് നേരെ തിരിച്ചത്. ഒരു നിമിഷം അവൾ നെട്ടി നിന്നു. അത് ലാവണ്യയും ധീരജും കൂടി നൃത്തം ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അവൾ ആ ഫോൺ ഹേമന്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് മുൻകൂട്ടി കണ്ടതുപോലെ ഹേമന്ത് പുഞ്ചിരിയോടെ ആ ഫോൺ പോക്കറ്റിലിട്ടു. സംഭവം സൂപ്പറല്ലേ, നിനക്കെതിരെയുള്ള തെളിവുമായി ഇനി മറ്റെന്തു വേണം? ഹേമന്ത് ലാവണ്യയെ കളിയാക്കി. ലാവണ്യ പേടിയോടെ അവനെ നോക്കി. ഞാൻ ഇനി ഇത് സിദ്ധുവിന് അയച്ചു കൊടുത്താലോ? എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പിന്നെ പ്രതാപവർമ്മക്ക് അയച്ചു കൊടുക്കാം. വയസ്സുകാലത്ത് അദ്ദേഹം ഇത് കണ്ട് രസിക്കട്ടെ. കൊച്ചുമകന്റെ ഭാവി വധുവിന്റെ കാമകേളികൾ. അവന്റെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞിരുന്നു. ലാവണ്യക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത വിധം അവളുടെ ചുണ്ടുകൾ വിറച്ചു. ഈ ഒരൊറ്റ തെളിവുകൾ കൊണ്ട് സകലതും അവസാനിക്കും. ഈ ഒരൊറ്റ തെളിവ് കൊണ്ട് സകലതും അവസാനിക്കും. മുന്നിൽ നിൽക്കുന്നവൻ ഒരു പിശാചാണെന്ന് പോലും അവൾക്ക് അപ്പോൾ തോന്നി. പ്ലീസ്, നീ ആ വീഡിയോ ആരെയും കാണിക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്നത് നേടാൻ നോക്കുമ്പോൾ നീ എന്തിനാ തടസ്സമായിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത് ഹേമന്ത്? നീ എന്തുകൊണ്ടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ അവന് മുൻപിൽ അപേക്ഷയോടെ ചോദിച്ചു. അന്നേരം ഹേമന്ത് പറയുന്നത്, ലാവണ്യ, നിന്റെ ഈ അഭിനയമൊക്കെ നീ അങ്ങ് നിർത്തിക്കോ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. നീ ഇനി എത്ര കൊഞ്ചിയാലും എന്റെ മനസ്സലിയില്ല. അവൻ ലാവണ്യെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. സത്യമായിട്ടും നീ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. അവൾ വീണ്ടും കൊഞ്ചലോടെ പറഞ്ഞു. ആണോ? എങ്കിൽ ഈ നിമിഷം തന്നെ നീ എനിക്കൊരു വാക്ക് തരണം. നീലയ്മക്ക് പിന്നാലെ നീ ഇനി ഒരിക്കലും പോവരുത്. നീ കാരണം അവൾക്കും അച്ചുവിനും യാതൊന്നും ഇനി സംഭവിക്കരുത്. വാക്ക് തെറ്റിച്ച ആ നിമിഷം ഈ വീഡിയോ സിദ്ധുവിന്റെ കുടുംബത്തിന് മുൻപിലെത്തും. ഇനി ഇത് നിനക്കൊരു വാണിംഗ് ആണ്. ഇനി ഇങ്ങനൊരു വാണിംഗ് എന്റെ ഭാഗത്തു നിന്നും നിനക്കുണ്ടാവില്ല, ഹേമന്ത് ദേഷ്യത്തോടെ പറഞ്ഞു. ലാവണ്യയുടെ മുഖത്ത് താൽക്കാലികമായൊരു ആശ്വാസം നിറഞ്ഞു. എന്നോടിത്ര ക്രൂരത ചെയ്യാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നീ അത്രക്ക് ദുഷ്ടനൊന്നുമല്ല. അവളുടെ പിന്നാലെ ഞാൻ ഇനി പോകില്ലെന്ന് നിനക്ക് ഞാൻ വാക്ക് തരുന്നു. എന്നെ നിനക്ക് വിശ്വസിക്കാം. നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമല്ലോ? അവൾ അവനെ പ്രതീക്ഷയോടെ നോക്കി ചോദിച്ചു. ആ സമയത്തന്നെ ഹേമന്തിന്റെ കണ്ണുകളിൽ ഗൂഢമായ ഒരു ആനന്ദം നിറഞ്ഞിരുന്നത് ലാവണ്യ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ഗൂഢമായി ഹേമന്ത് ഇങ്ങനെ ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഒരു ഹൈപ്പും ലൈക്കും തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. പ്രേമം സീരീസ് കൂടാതെ തന്നെ ഞാൻ ഈ വീഡിയോന്റെ ഇടയിലായിട്ട് മീഷോയിൽ നിന്നും വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റില്ല, നല്ല അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ ഒരു വീഡിയോക്കും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടാറുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.